വാർത്തകൾ തുടരുകയാണ്. ആംഗ്യഭാഷയിൽ എനിക്കൊപ്പം നസ്രിയ കൂടി ചേരുന്നുണ്ട് വാർത്തകൾ അവതരിപ്പിക്കാൻ. എറണാകുളം കോതമംഗലം പൂയംകുട്ടി പുഴയിൽ കാട്ടാനയുടെ ജഡം ഒഴുകിയെത്തിയ നിലയിൽ കണ്ടെത്തി. പൂയംകുട്ടി കണ്ടൻപാറ കുളിക്കടവിന് സമീപം പുഴയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടതാണെന്ന് നിഗമനം. നടരാജ് പരശുറാം നൽകും കൂടുതൽ വിവരങ്ങൾ. നടരാജ്, എപ്പോഴാണ് ഈ ആനയുടെ ജഡം കണ്ടെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? ഈ കണ്ടൻപാറ ഭാഗത്ത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ആനയുടെ ജഡം ഒഴുകി വരുന്നത് പ്രദേശവാസികൾ കണ്ടത്. ഇതൊരു വനമേഖലയാണ്. ഈ ഭാഗത്തു കൂടിയാണ് ആനയുടെ ജഡം ഒഴുകി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ വർഷവും ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ആനകൾ ഒഴുകിപ്പോവുകയും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് വനപാലകർ കരുതുന്നത്. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ആനകൾ ഒഴുകിപ്പോകുമ്പോൾ നിയന്ത്രണം തെറ്റി പാറകളിൽ ഇടിക്കുകയും മറ്റും ചെയ്യും. അങ്ങനെയാണ് ഈ ആനയും ചത്തത് എന്നുള്ള നിഗമനമാണ് വനപാലകർക്കുള്ളത്. എന്തായാലും കുളിക്കടവിന് സമീപമാണ് ഇത്തരത്തിൽ ആനയുടെ ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഒന്നിലധികം ആനകൾ ഈ ഭാഗത്ത് ഇത്തരത്തിൽ ചത്തുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വനപാലകരുടെ. പിന്നീട് അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ഇവിടെ വിനാശം വിതച്ചത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്തായാലും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് വൈകാതെ കടക്കും. ശരി നടരാജ.